ഗൈസ്, നമ്മൾ നിൽക്കുന്നത് റോമിലാണ്. നമ്മൾ ഈ റോമിനെ കുറിച്ച് ഒരുപാട് സെയിൻസ് കേട്ടിട്ടുണ്ട്, പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിലൊക്കെ. അങ്ങനത്തെ കുറച്ച് സെയിൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്പർ 1, ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം. അതായത് ആൻഷ്യൻ കാലത്ത് നമ്മുടെ റോമൻ എംപയറിന്റെ സെന്റർ ആയിരുന്നു ഈ റോം. റോം വെൽ കണക്റ്റഡ് ആയിരുന്നു മറ്റ് സിറ്റീസ് ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ കേട്ട സാധനമാണ് റോം വാസ് ഇൻ ബിൽറ്റ് ഇൻ എ ഡേ. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ടൈം എടുക്കും. ഗ്രേറ്റ് തിങ്സ് ടേക്സ് ടൈം. ഇപ്പം റോമ നഗരം തന്നെ ഉണ്ടാക്കാൻ സെഞ്ചുറീസ് ആണ് എടുത്തത്. അത് കാണിക്കുന്നതാണ് ആ സെയിം. വെൻ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു. ഇത് 4th സെഞ്ചുറിയിൽ ഇവിടെ ഒരു യാത്രികൻ വന്നു. പുള്ളിനോട് സെയിന്റ് ആംബ്രൂസ് പറഞ്ഞു ഇവരുടെ ട്രഡീഷനെ ഫോളോ ചെയ്യാൻ. അത് ഇത്രയും പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു പുതിയ കൺട്രിയിലോ സിറ്റിയിലോ ആണെങ്കിൽ ഇവിടെ ടൂറിസ്റ്റായി വന്നാലും ഇവിടെ അല്ലാണ്ട് നിൽക്കുന്നവരാണെങ്കിലും നമ്മൾ അവരുടെ കൾച്ചറിനെയും ട്രഡീഷനെയും റെസ്പെക്ട് ചെയ്യുക, പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക. ലൈക്ക് അവരുടെ റൂൾസ് ഫോളോ ചെയ്യുക, അത്രേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. ദ എറ്റേണൽ സിറ്റി ഇത് വന്നത് ഇവിടുത്തെ പോയറ്റ്സ് ഒക്കെ റോമൻ പോയറ്റ്സ് ആയ ഒവിഡിനെ പോലുള്ളവർ പറയുന്നത് റോം വിൽ സ്റ്റാൻഡ് ഫോർ എവർ. അത് ഈ റോമിൻ്റെ ഒരു എന്താ പറയുക ഹിസ്റ്ററിക്കൽ കൾച്ചറൽ ഇമ്പോർട്ടൻസും ഈ സിറ്റിയുടെ ഒരു സ്പെഷ്യാലിറ്റിനെയാണ് കാണിക്കുന്നത്. അടുത്ത ടേമാണ് ബ്രെഡ് ആൻഡ് സർക്കസസ്. ഇത് ഒരു റോമൻ പോയറ്റായ യുവനാൽ. അത് യുവനാലാണോ ജുവനാലാണോ എന്ന് എനിക്കറിയില്ല. പൊതുവെ ഈ ജർമ്മൻസ് ഒക്കെ ആണെങ്കിൽ ജെ അവർക്ക് യാ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷനാണ്. അതുകൊണ്ട് പുള്ളി കോയിൻ ചെയ്ത ടേമാണ്. അതായത് ഇവിടെ ഈ മറ്റേ നമ്മൾ സോഷ്യൽ പ്രശ്നങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഗ്യാതറിങ്സ് വെക്കത്തില്ലേ, അപ്പം ഇവർ ബ്രെഡും എൻ്റർടൈൻമെൻറ്റ് പർപ്പസൊക്കെ ആയിട്ട് ആ മെയിൻ ചർച്ചേനെ ഡിസ്ട്രാക്ട് ചെയ്ത് വിടും. അതുപോലെ നമ്മൾ സില്ലി കാര്യങ്ങളിൽ വലിയ ഇഷ്യൂസിനെ നമ്മൾ ഫേസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ വലിയ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്ട് ആ ചർച്ചനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് ബ്രെഡ് ആൻഡ് സർക്കസസ് എന്ന് പറയുന്നത്. ഹിറ്റ്ലിംഗ് വൈൽ റോം ബേൺസ്. നമ്മൾ കേട്ടിട്ടില്ലേ മറ്റേ റോം കത്തുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്നൊക്കെ. വീണ ലയ എന്ന് പറഞ്ഞിട്ട് LYRE അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? AD 64 നടന്നത്. ഈ ഒരു സെയിം കാണിക്കുന്നത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സില്ലി കാര്യത്തിലൊക്കെ കിടന്ന് അതിന് സമയം കളയത്തില്ല, പ്രശ്നത്തിനെ ഫേസ് ചെയ്യാണ്ട്. അങ്ങനെ വന്ന ഒരു സെയിങ് ആണ് ഇത്, ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. അതായത് നമ്മൾ കറേജും നമ്മൾ ബോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് സക്സസ്, അങ്ങനെയുള്ളവർക്ക് സക്സസ് കിട്ടും എന്നുള്ള കാണിക്കാനാണ് അങ്ങനെ ഒരു സെയിങ് പറയുന്നത്. അലിയ യാക്ട എസ്റ്റ്. ചൊല്ല് എന്താന്ന് വെച്ചാൽ നമ്മൾ വളരെ നിർണായകമായിട്ടുള്ളതും അതുപോലെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ഡിസിഷൻ എടുക്കില്ലേ. ജൂലിയസ് സീസർ റുബിക്കോൺ നദി ഒരു യുദ്ധത്തിന് വേണ്ടി കടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നൊരു ചൊല്ലാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ചൊല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എസ് ടു ബ്രൂട്ടെ ആൻഡ് യു ടു ബ്രൂട്ടസ്. ഇത് നമ്മുടെ ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറിലൊക്കെ ഉള്ള പോലെ, ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറിൽ എഴുതിയ പോലെ ജൂലിയസ് സീസറിനെ കൊല്ലാൻ ബ്രൂട്ടസും കൂട്ടെന്നൊന്ന് അറിഞ്ഞപ്പോൾ ചോദിക്കുന്നത് ആൻഡ് യു ടു ബ്രൂട്ടസ്. ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ചൊല്ലാണ് കാർപേഡിയം, സീസ് ദ ഡേ. നമ്മൾ പലരുടെ ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ കാണില്ലേ, അതായത് ലിവിങ് ഇൻ ദ മൊമെന്റ് ടു ദ ഫുള്ളസ്റ്റ് ഒക്കെ പറയില്ലേ, ആ ഒരു ആശയമാണ് അതിന്. ഡിവൈഡ് ആൻഡ് കോൺക്വർ. ഇത് റോമൻ മിലിറ്ററിയുടെയും അവരുടെ ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് ഒക്കെ ആയിരുന്നു. വെനി വിഡി വിച്ചി. ഇത് വേറൊരു സെയിങ് ആണ്. ഐ കെയിം, ഐ സോ, ഐ കോൺക്വർ. ഇതുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് കിട്ടണതും അതുപോലെ ഇമ്മീഡിയറ്റ് വിക്ടറി, പക്ഷെ ഭയങ്കര നിർണായകമായ വിക്ടറി, അതിന് സൂചിപ്പിക്കുന്നതാണ്. മാർട്ടിർസ് ഇസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. ഇത് വന്നത് ആൻഷ്യൻ റോമില് ക്രിസ്ത്യൻസിനെ തെരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല ചെയ്തിരുന്നു. അതിനെയാണ് ആ ഒരു കാലഘട്ടത്തിനെയാണ് ഈ സെയിങ് സൂചിപ്പിക്കുന്നത്.